ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ധീരത്വത്താലനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ.
ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോടടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടുപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം കണ്ടത് വിശ്വാസികൾക്കുള്ള 7 കൽപ്പനകളാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം പ്രായോഗിക ലേഖനമാണ്. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, ദാറ്റ് ഈസ് ഫെയ്ത്ത് ഇൻ ആക്ഷൻ, ക്രിസ്ത്യാനിറ്റി ഇൻ ആക്ഷൻ. വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാം എന്നുള്ള അടിസ്ഥാന തത്വം സത്യമാണ്. എങ്കിലും ആ വിശ്വാസം യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുത്തിയേ മതിയാകുകയുള്ളൂ. നാം എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹാ ലേഖനം എഴുതിയിരിക്കുന്നത്. വിശ്വാസം പ്രവൃത്തികളാൽ തെളിയിക്കണം. പ്രവൃത്തിയില്ലാത്തതായി വിശ്വാസം നിർജീവമാകുന്നു. അതുമായി ബന്ധപ്പെട്ട് അപ്പോസ്തലനായ യാക്കോബ് വളരെ വ്യക്തമായി 7 കൽപ്പനകൾ ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് നൽകുന്നതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഫെയ്ത്ത് ഇൻ ആക്ഷൻ. ഒന്നാമത്തെ കാര്യം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ. സബ്മിറ്റ് ടു മൈറ്റി ഗോഡ്. ഈൽഡ് ടു ദി അതോറിറ്റി ഓഫ് ദി മൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിന് സമ്പൂർണമായി കീഴ്പ്പെടുക. 6-ാമത്തെ വാക്യത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ആകയാൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 4-ന്റെ 6 വായിക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് താഴ്മയുള്ളവരിലേക്കാണ്, കീഴടങ്ങിയിരിക്കുന്നവരിലേക്കാണ്. ദൈവം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുന്നു. എന്നാൽ അധികം കൃപ നൽകുന്നു. ആർക്ക്? നിഗളികളോട് എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുക മാത്രമല്ല, അഹങ്കാരികൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി മാറുകയാണ്. ഇവിടെ ദൈവത്തിന് കീഴടങ്ങുവിൻ എന്നാണ് ആദ്യത്തെ കൽപ്പന. ഈ കീഴടങ്ങുക എന്ന് പറയുന്നത് ഒരു പട്ടാള വാക്കാണ്. ദാറ്റ് ഇസ് എ മിലിറ്ററി ടേം. ശത്രു സൈന്യം അയൽ രാജ്യത്തെ കീഴടക്കി യുദ്ധത്തിൽ. അയൽ രാജ്യം തോറ്റുപോയി. ആ ജയിച്ച രാജ്യത്തിൻ്റെ അധിപതിയുടെ കീഴിലാണ് പിന്നീട് തോറ്റായ രാജ്യവും അതിലെ പ്രജകളും. ആ പുതിയ രാജാവിൻ്റെ അധീനത്തിന് കീഴിൽ അധീനപ്പെട്ട് അനുസരിച്ച് കീഴടങ്ങിയിരുന്നേ മതിയാകുകയുള്ളൂ. അതുപോലെ ശത്രു കൈവശം വെച്ചുകൊണ്ടിരുന്നായ നമ്മെ കർത്താവായ യേശുക്രിസ്തു ശത്രുവിനോട് പോരാടി ജയിച്ചു. ശത്രുവിനെ കീഴടക്കി നമ്മെ സ്വതന്ത്രരാക്കി. ഇപ്പോൾ നമ്മളുടെ യജമാനൻ, നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ നുകത്തിന് കീഴിൽ ബന്ധിക്കപ്പെട്ടതായ ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം. ദൈവത്തിന് സമ്പൂർണമായി വിധേയപ്പെട്ട് സമ്പൂർണമായി അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്നതായ ഒരു ജീവിതം.
അതാണ് യേശുവിനെ രക്ഷിതാവായിട്ട് കണ്ടാൽ മാത്രം പോരാ, കർത്താവായിട്ടും കൂടി നാം പ്രതിഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളിൽ വാഴണം, അധികാരത്തോടെ നമ്മെ ഭരിക്കണം, നയിക്കണം, നിയന്ത്രിക്കണം. നാം അവൻ്റെ കൈക്കീഴിൽ താണിരിക്കണം. ഈ വിധേയത്വം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ പ്രകൃതിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ചാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷയുടെ കാലത്ത് ഈ ലോകത്തിൽ ജീവിച്ചത്. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. എനിക്ക് തന്നെത്താൻ ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമാകിയില്ല. സർവശക്തനായ കർത്താവായ യേശുക്രിസ്തുവിന് സമ്പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വന്നു എങ്കിൽ, ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയധികം. ഇന്ന് നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ദൈവത്തിന് സമ്പൂർണ്ണമായി കീഴടങ്ങി വിധേയപ്പെട്ട് അനുസരിച്ച് ജീവിക്കുവാൻ, താഴ്മ ധരിക്കുവാൻ നമുക്ക് മനസ്സില്ല. എന്താണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാവം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം എന്നാണ് ധന്യനായിരിക്കുന്ന പൗലോസ് അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സമ്പൂർണമായ വിധേയത്വം. ദൈവത്തിന്റെ ഹിതം എന്താണോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുക. ദൈവമക്കൾ ഇത് കേട്ടാൽ മാത്രം പോരാ. അനേക വിശ്വാസികളും ഇന്ന് അവരുടെ കർത്താവും അധികാരിയും ഉടമസ്ഥനും അവർ തന്നെയാണ്. അവരെ ഭരിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വയമാണ്, അവരുടെ തൻ്റെ ഇടമാണ്, അവരുടെ അധികാരമാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിലും അവൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുവാൻ നമ്മൾ മനസ്സല്ല. തേജോമയനായ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായി വിധേയപ്പെട്ട് അനുസരണമുള്ളവനായി നിന്നു. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ആ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ കാലങ്ങളിൽ ബലഹീനായി ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കർത്താവേ നിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകണം. ദി മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിനയവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുസരണവും കർത്താവായ യേശുക്രിസ്തുവിന് ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ളതായ സമർപ്പണവും എത്ര അനുകരണീയമാണ്, എത്ര മനോഹരമാണ്. ഗെത്സമന തോട്ടത്തിൽ രക്തം വലിതുള്ളി ചോര പോലെ വിയർപ്പ് പോലെ ഒഴുകി വന്ന് യേശുക്രിസ്തു കവിണ് വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങൾ ഉള്ളത്തിലൊന്ന് പറയണം, ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് പറയണം, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. ഇന്നു മുതൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല ദൈവ ഇഷ്ടത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെട്ട് കീഴടങ്ങി നിൽക്കും. ആദ്യത്തെ കൽപ്പന അതാണ്, ദൈവത്തിന് കീഴടങ്ങുകയും. അല്ലെങ്കിലോ 1 പത്രോസ് 5:5 വായിച്ച്, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു ദൈവത്തിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് താഴ്മയാണ്. എല്ലാവരും മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണണം. നാം താഴ്മ ധരിക്കണം, നാം വിധേയപ്പെട്ട് മറ്റുള്ളവർക്ക് കീഴടങ്ങിയിരിക്കണം. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, ജോലിക്കാരെ യജമാന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, കുട്ടികൾ മാതൃക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, വിശ്വാസികൾ നടത്തുന്ന ദൈവമക്കൾക്ക് കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന് കീഴടങ്ങി. അതിന് മനസ്സില്ലാതെ വന്നുകൊണ്ടാണ് ആത്മീയ രംഗം ഇതുപോലെ അധപ്പതിക്കാൻ കാരണം. പ്രവാചകൻ എന്താണ് പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിന്റെ 10-12 വാക്യങ്ങൾ. അല്ല എങ്കിൽ, വിധേയപ്പെട്ടില്ല എങ്കിൽ, കീഴടങ്ങിയിരിക്കുന്നില്ല എങ്കിൽ അന്ത്യം എന്താണ് എന്ന് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അഹങ്കാരത്തിന്റെ ശബ്ദമാണ്. എന്നെ ഭരിക്കാൻ എനിക്കറിയാം, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്,
എനിക്ക് എല്ലാ കഴിവുകളുമുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, എൻ്റെ കുടുംബം നടത്തുവാൻ, കൂട്ടായ്മ നടത്തുവാൻ ഞാൻ മതിയായവനാണ് എന്നുള്ള അഹങ്കാരമാണ് വാസ്തവത്തിൽ മാലാഖയെ പോലും പിശാചാക്കി മാറ്റുന്നത്. തുടർന്ന് വായിക്കാം. അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും, നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും. വലിയ കെടുതി വരാൻ പോവുകയാണ്. ഇതൊരു ഭയനിർദ്ദേശമായി ആദ്യമേ നിങ്ങളോട് പറയുകയാണ്. ഇത് കേൾക്കുന്നതായ ആയിരക്കണക്കിന് ആളുകൾ വ്യക്തിപരമായി ജീവിതത്തിൽ അരുമനാഥന്റെ കാൽക്കൽ വീണുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്നു മുതൽ കർത്താവും യജമാനും രാജാവും, എന്നെ ഭരിക്കുവാനും എന്നിൽ കർത്തൃത്വം നടത്തുവാനും അധികാരമുള്ളവനായി അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ കൈക്കീഴിൽ താണിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ക്ഷണിച്ചത്, എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഇനി തന്നിഷ്ടമല്ല, ദൈവത്തിന് മുഖത്തിന് കീഴിൽ ബന്ധിക്കപ്പെട്ട അനുസരണമുള്ള കീഴ്വഴക്കമുള്ള വിനയപ്പെടുന്ന ഈ ദൈവമക്കൾ നമ്മൾ ഓരോരുത്തരുമായി തീരണം. ഒന്നാമത്തെ കൽപ്പന ദൈവത്തിന് കീഴടങ്ങുവിൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. റെസിസ്റ്റ് ദി ഡെവിൾ. വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കണം. പിശാചിന്റെ ആലോചനയ്ക്കും പ്രലോഭനങ്ങൾക്കും കാതും ഹൃദയവും നമ്മൾ തുറന്നു കൊടുക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിനെ പോലും പരീക്ഷിക്കുവാനും വീഴിക്കുവാനും സാത്താൻ ചെന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. വിട്ടുപിരിയാതെ കർത്താവിൻ്റെ പിന്നാലെ നിൽക്കുകയാണ്. മോഹനമായിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സാത്താന്റെ കാൽക്കൽ വീഴ് നമസ്കരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ദൈവമക്കളെ, അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതേ പ്രതികരണമാണ് നമ്മളുടെ പക്ഷത്തു നിന്നും സാത്താന്റെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ വരേണ്ടത്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശു സാത്താനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. സാത്താനെ, എത്ര കഠിനമായിരിക്കുന്ന ശക്തിയുള്ള വാക്കുകളാണ്. യു ഡെവിൾ, ഔട്ട് യു ഗോ. ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ദൈവദാസൻ. അതുകൊണ്ട് ദൈവമക്കൾ പറയണം, സാത്താനെ എന്നെ വിട്ടു പോകുക. അവൻ സുഖം തരും, രസം തരും, സന്തോഷം തരും, പാപത്തിന്റെ രുചി തരും. ഇതെല്ലാം നിത്യനാശത്തിലേക്ക് എന്നെ കൊണ്ടുപോയി നരകത്തിൽ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടവൻ കൈകൊട്ടി ചിരിക്കുമെന്നുള്ളതായ പൗരുഷത്വം മനസ്സിലാക്കിക്കൊണ്ട് ദൈവമക്കൾ ഓരോരുത്തരും സാത്താൻ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ശോധനകളുമായി വരുമ്പോൾ, ആലോചനകളുമായി വരുമ്പോൾ ചെവി തുറന്നു കൊടുക്കരുത്, കണ്ണ് തുറന്നു കൊടുക്കരുത്, ഹൃദയം ഒരിക്കലും തുറന്നു കൊടുക്കരുത്. ശത്രു നമ്മളെ വീഴിക്കാൻ വരുന്നത് ജഡമായിട്ടാണ്, ലോകമായിട്ടാണ്, സ്വയമായിട്ടാണ്. ജഡം, ലോകം, പിശാച്. ദൈവമക്കളെ, ഇവയെല്ലാം ശത്രു നമ്മളെ വീഴിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിച്ച്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ കേട്ടോ? അത് പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ അതൊരു പ്രമാണമായിട്ട് എടുക്കണം. താൽക്കാലികമായ സുഖമോ രസമോ സന്തോഷമോ കിട്ടിയേക്കാം. മദ്യത്തിന്റെ ലഹരിക്ക് വേണ്ടിയിട്ട് നിന്നെ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ കാണും. പ്രേമത്തിലേക്കും ലൈംഗികമായ അരാജകത്വത്തിലേക്കും നിന്നെ നയിക്കുന്നതായ സ്ത്രീകളോ ആൺകുട്ടികളോ പെൺകുട്ടികളോ കാണും. ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സുഖത്തിൻ്റെയും സുഖലോലുപത്തിൻ്റെയും പിന്നാലെ നിങ്ങളെ മാടി വിളിക്കുന്നതായ സുഹൃത്ത് വലയങ്ങൾ കാണും. അതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന പൈശാചികൻ്റെ കറുത്ത കരം നിങ്ങൾ കാണണം. ഇത് നിങ്ങളോടുള്ളതായ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ദൈവങ്ങൾ. എന്താണ്? പിശാചിനിട്ടം കൊടുക്കരുത്. ഒരു ചെറിയ പഴുത് അവന് കൊടുത്തു കഴിഞ്ഞാൽ അവനകത്ത് കയറും. ഒരിക്കലും ജീവിതത്തിൻ്റെ വെയിൽ പൊളിഞ്ഞു പോകാൻ ഇടവരരുത്. അശുദ്ധിയുടെയോ ലോകസ്നേഹത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ സ്വയത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ സ്ഥാനമോഹത്തിൻ്റെയോ പ്രലോഭനങ്ങൾ വരുന്ന സമയത്ത് വളരെ വ്യക്തമായി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യു ഡെവിൾ, ഔട്ട് യു ഗോ. താൽക്കാലികമായിട്ട് സുഖവും സന്തോഷവും നിനക്ക് കിട്ടിയെന്ന് വന്നേക്കാം. അത് മധുരത്തിൽ പൊതിഞ്ഞായിരിക്കുന്ന മാരകമായ വിഷമാണെന്ന് ഓർത്തുകൊള്ളണം. സാത്താൻ ഒരിക്കലും നിനക്ക് നന്മ തരികയില്ല. പാപം എപ്പോഴും നന്നായിട്ട് ഒരുങ്ങി ചമഞ്ഞ് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ആദ്യം മാധവിതക്കാരൻകാർക്ക് പറ്റിയത് അതാണ്. കർത്താവായി യേശുക്രിസ്തു പിതാവായി ദൈവം പറഞ്ഞു, അത് തിന്നരുത്, തിന്നുന്നാളിൽ മരിക്കും. പക്ഷെ അത് കണ്ടപ്പോൾ അവർക്ക് കൊള്ളാം, കാണാൻ ഭംഗിയുണ്ട്,
തിന്മാൻ രുചിയുള്ളതാണ്, മോഹിക്കാൻ കൊള്ളാവുന്നതാണ്. ദൈവമക്കളെ, ഇന്നും നാം ഒരു ഏദൻ തോട്ടത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന കാന്തശക്തിയുള്ള അനേക പാപരംഗങ്ങൾ നമ്മെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇന്നൊരു വിടുതലിൻ്റെ ദിവസമായി മാറണം. ആ ദുഷ്ടപിശാചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ തള്ളി പറയുന്നു. നീ തരുന്ന സുഖവും രസവും എനിക്ക് വേണ്ട. ആരെല്ലാം തയ്യാറാണ് ദൈവമക്കളെ? നിങ്ങൾ ഒരിക്കലൊരു തീരുമാനം എടുത്താണ് മാമോദീസായിൽ. പിശാചിനെ ഉപേക്ഷിച്ച് യേശുവിനെ സ്വീകരിച്ചവരാണ്. ഇന്ന് നിർണായകമായ ഒരു സമയമാണ്. ഹല്ലേലൂയ. ഒരു വശത്ത് കർത്താവായി യേശു നിൽക്കുന്നു. അവൻ നിന്നെ വീണ്ടെടുത്തു എന്ന് കാണിക്കുന്ന മുറിപ്പാടുകളുമായി യേശു നിൽക്കുന്നു. സ്നേഹത്തിൻ്റെ മറുവിലയായി രക്തം ഊറ്റിക്കൊടുത്ത് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് കർത്താവായി യേശുക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആ കർത്താവായി യേശുക്രിസ്തു ഒരു വശത്ത്, ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പാപത്തിൻ്റെ സുഖവും സന്തോഷവും നിനക്ക് മധുരമായി പകർന്നുകൊണ്ട് ജീവിക്കുന്നതായ, നിന്നെ മാടി വിളിക്കുന്നതായ സാത്താൻ മറ്റൊരു വശത്ത്. നിങ്ങൾ എങ്ങോട്ട് തിരിയും? ഒന്നിനെ തള്ളി ഒന്നിനെ കൊള്ളാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പീലാത്തോസ് ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ? ദൈവത്തെ കൊള്ളുവാനും സാത്താനെ തള്ളുവാനും ഉള്ള അധികാരം മനുഷ്യ വിശ്വാസി നിനക്കുണ്ട്. അല്ല, ദൈവത്തെ തള്ളുവാനും സാത്താനെ കൊള്ളുവാനുള്ളതായ അധികാരമുണ്ട്. ഈ അധികാരം നിനക്ക് ഇപ്പോൾ ഒന്ന് ഉപയോഗിക്കാമോ? നിർണായകമായ ഒരു സമയമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കാണിച്ചു തന്നിരിക്കുന്ന ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. അവനാണ് എനിക്ക് വേണ്ടി സ്വർഗവാതിൽ തുറന്നത്. അവൻ നമ്മെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ വലിയ പ്രേരണയുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സാത്താൻ പൈശാചികൻ നിങ്ങളെ തെറ്റിലേക്ക് വീഴിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഇപ്പോൾ ആ ദുഷ്ട പിശാചിന്റെ മുഖത്തേക്ക് നോക്കി വളരെ വ്യക്തമായും ശക്തമായും നീതമായും ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാമോ? സ്വർഗം സന്തോഷിക്കട്ടെ. സാത്താനെ, നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു. നിന്റെ സകല രസങ്ങളും പാപങ്ങളും സന്തോഷവും വേണ്ട എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. നീ തരുന്നായ യാതൊരു സുഖ സന്തോഷങ്ങളും എനിക്ക് വേണ്ട. അവനെ മുഖത്ത് നോക്കി സകല അവജ്ഞയോടും കൂടി തള്ളി പറഞ്ഞിട്ട് അരുമനാഥൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കണം. അവൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിയാൽ നീ അറിയാതെ തന്നെ കാൽക്കലങ്ങ് വീണു പോകും. ആ രക്തം പറഞ്ഞ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ പറയണം, യേശുവേ, നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു. നീ ഇന്നു മുതൽ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ഉടയവനാണ്. ഞാൻ പിശാചിനോട് എന്നേക്കുമായി എതിർത്ത് കർത്താവായ യേശുക്രിസ്തുവിന് സമ്പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിക്കും. തീരുമാനം എടുത്തുവെങ്കിൽ അനുഗ്രഹമാണ്. ഒന്നാമത്തെ കൽപ്പന, ദൈവത്തിന് കീഴടങ്ങുവീൻ. രണ്ടാമത്തെ കൽപ്പന, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. സർവായുധവർഗം ധരിച്ചുകൊണ്ട് എതിർത്ത് നിൽക്കണം. വിശ്വാസം എന്ന പരിചയ കയ്യിൽ ഉണ്ടായിരിക്കണം. ആത്മാവിൻ്റെ വാള്, വചനമായിരിക്കുന്ന വാളുമായിട്ട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. ഒരു വാക്യം കൂടി വായിക്കാം. എഫേസർ 6:11 കൂടി വായിച്ച്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. രക്തമടയാളമുള്ളതായിരിക്കുന്ന മക്കൾ പാപത്തോടും പിശാചിനോടും പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിൽക്കണം. മരണപര്യന്തം മരിക്കേണ്ടി വന്നാലും പാപമില്ല, പിശാചിന് ഇടം കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. ഞാൻ വളരെ വിനയത്തോട് ചോദിക്കട്ടെ, ആ തീരുമാനം നിങ്ങൾ എടുത്തോ? സാത്താനെ വെറുത്തുപേക്ഷിച്ച് തള്ളി പറഞ്ഞോ? ചങ്ക് തുറന്ന കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും സർവസ്വമായി നീ സ്വീകരിച്ചോ? ഭാഗ്യമാണ് ദൈവമക്കളെ. അത് അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വീണ്ടും വായിച്ച്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. 3-ാമത്തെ കൽപ്പന എന്താണ്? ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഡ്രോ നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്ത് ചെല്ലണം. ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് എന്താണ്? പാപമത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. പാപമാണ്, അകൃത്യമാണ് അവൻ്റെ മുഖം നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത്. പാപം വെച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് ജീവിക്കാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ദൈവം വെറുക്കുന്നത് പാപിയല്ല, അവൻ്റെ ജീവിതത്തിലെ പാപത്തെയാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന സമയം എൻ്റെയും നിങ്ങളുടെയും മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾ മുഴുവൻ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരിശുദ്ധമായിരിക്കുന്ന ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച നിങ്ങൾക്കൊന്ന് കാണാമോ?
അശുദ്ധി കാണാൻ കണ്ണില്ലാത്തവനായ ദൈവം, വിശുദ്ധിയിൽ ഭയങ്കരനായിരിക്കും ദൈവം. ദൈവം വെറുക്കുന്ന വൃത്തികെട്ട പാപം മുഴുവൻ, മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ തേജോമയനായ കർത്താവായ യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവൻ ഇതാ പാപത്തെ ചുമന്നുകൊണ്ട് ഇവിടെ ക്രൂശിൽ കിടക്കുകയാണ്. ദൈവം എന്ത് ചെയ്തു? മുഖം മറച്ചു. യേശു വേദനയുടെ കാര്യമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? മനുഷ്യവർഗത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ പിതാവായ ദൈവം ഏകജാതന്റെ മുഖത്ത് നിന്ന് കണ്ണുമാറ്റിയെങ്കിൽ, കൈവിട്ടുവെങ്കിൽ, സഹോദരന്മാരെ, ഞെട്ടലോടെ നിങ്ങളൊന്ന് കേട്ടേ, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പാപത്തെ നിങ്ങൾ താലോടിക്കുന്നുണ്ടോ? പാപത്തെ വെച്ചുകൊണ്ട് ദൈവത്തോട് അടുക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. പാപത്തോട് നീ അടുക്കുന്നുവെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് അകലും. ദൈവത്തോട് അടുക്കണമോ, പാപത്തിൽ നിങ്ങൾ അകന്നേ മതിയാകുകയുള്ളൂ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? ദൈവത്തോട് അടുത്തു വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിയർനെസ് ഈസ് ലൈക്ക്നെസ്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവമക്കളെ, ദൈവത്തോട് അടുത്തു വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെ ദിവ്യ പ്രകൃതിയോട് അടുത്ത് വരികയാണ്. കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. കർത്താവിനെ പോലെ ജീവിതത്തിൽ വിനയം പ്രാവർത്തികമാക്കുന്നു. കർത്താവിനെ പോലെ ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ക്രൂശിന്റെ വിശുദ്ധ പാതയിലൂടെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മാത്രം കാലെടുത്ത് വെക്കുന്നു. ദൈവമക്കളെ, അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി നമ്മൾ മാറുകയാണ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നതാണ്. ആത്മീയ ജീവിതം വളരെ മനോഹരമാണ് ദൈവമക്കളെ. പ്രകൃതിയെ നമ്മൾ ഓരോരുത്തരും കരിക്കട്ടകളാണ്. നമുക്ക് സ്വയമായി നന്മയൊന്നുമില്ല. പക്ഷെ ഒരു സത്യം നിങ്ങളോട് പറയാം, കാൽവറിൽ വെന്തെരിഞ്ഞൊരു തീക്കട്ടയുണ്ട്. അത് പ്രാണപ്രിയനായ തേജോമയനായ വിശുദ്ധനായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ തീക്കട്ടയോട് നിങ്ങൾ പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഉപവാസത്തിലും ധ്യാനത്തിലും പറ്റിച്ചേർന്നിരിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ കാറ്റ് വീശുമ്പോൾ ഈ തീക്കട്ടയിൽ നിന്ന് കരിക്കട്ടയായ എന്നിലേക്ക് തീ പയ്യെ പയ്യെ പടർന്ന് വ്യാപരിക്കുകയാണ്. ഈ ബന്ധം നിലനിർത്തുന്ന സമയത്ത് കരിക്കട്ടയായിരിക്കുന്ന ഞാൻ എന്താവും? ആ സാമീപ്യം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക്, കരിക്കട്ടയെ തീക്കട്ടയിലേക്ക് മാറ്റി എടുക്കുകയാണ്. പൂർണ്ണമായി പറ്റിച്ചേർന്ന് നിൽക്കുന്നതായ കാലേബ് മോശയോട് പറ്റിച്ചേർന്ന് നിന്നതുപോലെ നാം പറ്റിച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗരാജ്യത്തിലെത്താം. ഹല്ലേലൂയ, ദൈവനാമം മഹത്വം പെടുമാറാകട്ടെ. ആ വാഗ്ദത്ത ദേശം നിങ്ങൾക്ക് വേണമോ? ദൈവമക്കളെ, ഇവിടെ ദൈവത്തോട് അകന്നും സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് അടുത്തും ജീവിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ദൈവത്തിന് മഹത്വം. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് പാപമാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് അടുത്ത് വരണമോ? ദൈവമായിട്ട് ഒന്നായി ചേരണമോ? തായ്തണ്ടനോട് ചേർന്നിരിക്കുന്ന ചില്ല് പോലെ അഭേദ്യമായ പിരിയാത്ത ഒരു ബന്ധം സ്ഥാപിക്കണം. കർത്താവായ യേശുക്രിസ്തുവാകുന്ന തലയോട് ചേർന്നിരിക്കുന്നതായ ശരീരവും അതിൻ്റെ അവയവങ്ങളുമായി നിങ്ങൾക്ക് മാറണോ? നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ പിരിയാത്ത ഒരു ബന്ധം അത് സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറണം. ഇത് സാധിക്കും ദൈവമക്കളെ. അപ്പോൾ കർത്താവിൽ നിന്ന് വലിയ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. അതാ സ്നേഹബന്ധം. പൗലോസ്ലീഹ പറഞ്ഞു, ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആരെല്ലാം ഈ വചനം കേൾക്കുന്നുണ്ട്, ഇപ്പോൾ രക്തം മാർന്നടിക്കുന്ന ക്രൂശിൻ ചുവട്ടിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപത്തെ മുഴുവനായിട്ട് അങ്ങ് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാമോ? യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകട്ടെ, പാപക്കറകൾ മുഴുവൻ പോക്കി ശുദ്ധീകരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്ന് നീയും യേശുവും ഒന്നായി മാറട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ തീപിടിക്കട്ടെ. അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വരുമ്പോൾ നമുക്കും ആ പറന്നു വരാൻ തക്കോണം ദൈവം കൃപ ഒന്ന് സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.